സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ആ സന്തോഷം നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു. അടുത്ത സമയത്ത് നാം സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മുടെ നാട് എങ്ങോട്ടാണ്? എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? നമ്മുടെ യുവതലമുറയ്ക്ക് എന്ത് സംഭവിച്ചു? എന്നിത്യാദി ചോദ്യങ്ങൾ തുടർച്ചയായി നാം കാണുന്നു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം നാം കാണുന്നതായ അക്രമ പ്രവർത്തനങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള യുവതലമുറ കാട്ടിക്കൂട്ടുന്നതായ നിയമധ്വംസനങ്ങൾ, ഇതൊക്കെ നാം കാണുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകുന്നു, ഈ ലോകം എങ്ങോട്ടാണ്? കൊച്ചുകുട്ടികൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന ഒരു ദുസ്ഥിതി എത്രയോ ഭയാനകമാണ്. പഴയ കാലത്ത് കുട്ടികൾ അറിയാതെ നാം സൂക്ഷിച്ചു വന്ന പല കാര്യങ്ങളും, അവർ അറിയരുതാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ മുതിർന്നു വരുന്ന സമയത്ത് അറിയേണ്ടുന്ന പല കാര്യങ്ങളും പല മീഡിയയും അവരെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവർക്ക് തെറ്റായ അവബോധം ഉണ്ടാകുന്നു. അങ്ങനെ അസാൻമാർഗികമായ പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നു. ഇത് ഭയാനകമായ ഒരു സ്ഥിതിയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെട്ട കേസുകളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു വരുന്നു. ഇത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ദുസ്ഥിതിയാണെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. അങ്ങനെ കുട്ടികളുടെ കാര്യമെടുത്താലും യുവാക്കളുടെ കാര്യമെടുത്താലും മുതിർന്നവരുടെ കാര്യത്തിലായാലും എല്ലാവരും ഒരുപോലെ മാനസിക സംഘർഷത്തിന് അടിപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലാതെ, മാനസികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതാനും ചില കുടുംബങ്ങളും ആ കുടുംബങ്ങളിലെ ഏതാനും ചില ആളുകളും മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് സമൂഹം എത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ മാനസികമായ സംഘർഷത്തിൻ്റെ കാരണം പലതാണ്. ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ജോലി കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. നന്നായിട്ട് പഠിച്ചു, നല്ല നിലയിൽ റിസൾട്ട് വന്നു, എന്നാൽ ദീർഘനാളുകളായി ജോലി ലഭിക്കുന്നില്ല, വരുമാന മാർഗങ്ങളില്ല, ജീവിക്കാൻ യാതൊരു വഴിയുമില്ല, അല്ലെങ്കിൽ വരുമാനം കുടുംബത്തിൻ്റെ ആവശ്യത്തിന് മതിയായതല്ല, കുടുംബത്തിലെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, പ്രായമായി, രോഗിയായി, മക്കൾക്ക് ഒരു ഭാരമായി തീരുന്നു എന്നുള്ള ചിന്ത. ഇന്ന് പല യൗവനക്കാരിലും കണ്ടുവരുന്ന ആഡംബര ജീവിതത്തിനായുള്ള ആർത്തി, അതേപോലെ തന്നെ അസാൻമാർഗികമായ ജീവിത രീതികൾ, വഴിവിട്ട ബന്ധങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ സംഘർഷഭരിതമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ജീവിതവുമില്ല. സന്തോഷമായി സമാധാനമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കുമുള്ളത്. എന്നാൽ അതിനുള്ള വഴി എന്താണ്? കുറേയേറെ പണം സമ്പാദിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ലോക ഇമ്പങ്ങളിലൂടെ പോയാൽ സന്തോഷം ലഭിക്കും എന്ന് കരുതുന്നവരും ധാരാളമുണ്ട്. എന്നാൽ ഇതൊന്നും യഥാർത്ഥമായ സന്തോഷം ജീവിതത്തിന് സമ്മാനിക്കുന്നില്ല എന്ന് കാണുവാൻ കഴിയും. യഥാർത്ഥമായ സന്തോഷം ലഭിക്കുന്നത് എവിടെയാണ്? 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നൽകിത്തരുന്നത് ആരാണ്? മനുഷ്യരാരുമല്ല, മാനുഷികമായ കാര്യങ്ങളുമല്ല, പ്രത്യുത വലിയവനായ ദൈവമാണ് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. ധാന്യവും വീഞ്ഞും ഒക്കെ വർദ്ധിക്കുമ്പോൾ സന്തോഷം ലഭിക്കും എന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഹൃദയത്തിലെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ബാഹ്യമായ ഏതെങ്കിലും കാര്യങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷമല്ല യഥാർത്ഥമായ സന്തോഷം എന്ന് താൻ പ്രഖ്യാപനം ചെയ്യുകയാണ്. അങ്ങനെ ഹൃദയത്തിൽ സന്തോഷമുള്ളവർക്കാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത്, നിർഭയം വസിക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള ഏക വഴി വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കും?
ജന്മനാ തന്നെ പാപിയായിരിക്കുന്ന മനുഷ്യൻ, കർമ്മം കൊണ്ട് പാപിയായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കും? അതിനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ ധാരാളം പണം മുടക്കി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ ഒന്നും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. അവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.